ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ്. വലിയ പരിപാടിയൊന്നും അല്ലായിരുന്നു ബർത്ത്ഡേ, ചെറിയ പരിപാടി, നമ്മളെ ഫാമിലി മാത്രമുള്ള ഒരു പരിപാടിയാണ്. അപ്പം നമ്മളൊരു ഓൾഡ് ഏജ് ഹോമിൽ പോകുന്നുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ഓൾഡ് ഏജ് ഹോമിൽ നമ്മൾ കഴിഞ്ഞ വർഷം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കുഞ്ഞു വീഡിയോ ആണ്, എല്ലാവരും കണ്ടു നോക്കുക. ഓക്കെ, അതാ നമ്മൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്. ഞാനും ഏട്ടനും കുഞ്ഞും മാത്രം കേട്ടോ അമ്പലത്തിൽ പോകുന്നത്. കുഞ്ഞും ഉണ്ടോ രാവിലെ തന്നെ ഒരു ഉഷാറില്ല, ഉറങ്ങി നീച്ചേൻ്റെ ഒരു ഇതാണ്. പിന്നെ ഇവനാണെങ്കിൽ ഇന്നലെ നല്ല ലേറ്റായിട്ടാണ് വന്നത്. അച്ഛൻ്റെ അമ്മൻ്റെയും കൂടെ ഡ്രസ്സൊക്കെ എടുക്കാൻ പോയിട്ട് 12 മണി ആയിട്ട് എത്തുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഒരു പിറ്റേന്ന് രാവിലെ തന്നെ നേരത്തെ എണീപ്പിച്ചതിൻ്റെ ഒരു ഉറക്ക ക്ഷീണമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഒരു ഉഷാറ് കുറവ്. പിന്നെ നമ്മളൊരു 8 മണി ആയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി. അമ്പലം വരുന്നത് കടലുണ്ടിയാണ്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, അമ്പലത്തിലോട്ട് കയറുക കേട്ടോ. അപ്പോൾ ആദ്യം വഴിപാടൊക്കെ ഷീറ്റ് ചെയ്തു. ഇത് ഈ നേരെ കാണുന്ന അമ്പലത്തിൽ അയ്യപ്പസ്വാമിയും അതുപോലെ തന്നെ മഹാദേവനാണുള്ളത്. ഇതിൻ്റെ ഏറ്റവും മേലെയാണ് നമ്മൾക്ക് പോകേണ്ട അമ്പലം, രണ്ടാമത്തെ അമ്പലമുള്ളത്. ഇവിടെ കുറേ കുരങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇത്രയും കുറഞ്ഞു തോന്നുന്നു, പണ്ടൊക്കെ തോനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ കയറി തൊഴുതു. ഇവിടെ തൊഴുതപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞു തൊഴുത് കഴിഞ്ഞിട്ട് മേലെ പോയി വരുമ്പോഴേക്കും പ്രസാദം തരാമെന്ന് കേട്ടോ. അപ്പോഴത്തേക്കൊരു പൂജയൊക്കെ കഴിഞ്ഞ് വഴിപാട് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ തൊഴുത് കഴിഞ്ഞ് ഇനി മേലോട്ടേക്ക് പോവുകയാണ്. ഇത്രയും സ്റ്റെയർ കയറി മേലെ എത്തി. അവിടെ നോക്കുമ്പോൾ കണ്ടോ ഇതേമാതിരി ഫുള്ളൊരു ഇങ്ങനത്തെ ഒരു ഒഴിഞ്ഞ പറമ്പ്. പിന്നെയും മേലോട്ട് ഇങ്ങനെ കയറി ഏറ്റവും മേലെ എത്തുമ്പോഴാണ് നമുക്ക് പോകേണ്ട അമ്പലമുള്ളത്. പക്ഷെ എന്താ പറയുക, ഒരുപാട് മേലെയാണ്. ഈ അമ്പലത്തിൻ്റെ പേരെന്താ പറയുക, മേക്കോട്ട ശ്രീ ഭഗവതി ക്ഷേത്രം. ഏറ്റവും മേലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് തോന്നുന്നു അങ്ങനെ ഒരു പേര് അവിടെ ഇട്ടത്. അങ്ങനെ പക്ഷെ നല്ല വെയിലുമായിരുന്നു. അങ്ങനെ കയറുമ്പോൾ അത്യാവശ്യം കയറാതെയും വരാൻ പറ്റും കേട്ടോ. വണ്ടി മേലെ വരെ വരും. പക്ഷെ അത് നമുക്ക് അറിയില്ലായിരുന്നു. നമ്മൾ താഴ്ന്നേ കയറി വരുമായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ അമ്പലത്തിലെത്തി നമ്മൾ തൊഴുതു കഴിഞ്ഞ് ഇവിടെയും കുറച്ച് വഴിപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ദേവിയും അതുപോലെ തന്നെ ശ്രീ ഗണേശനുമാണ് കേട്ടോ. കുഞ്ഞു തൊഴുന്നതിൻ്റെ ഇടയിൽ കൂടെ ഓരോരോ കുരുത്തക്കേടൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനത്തെയൊക്കെ ഓരോ കുരുത്തക്കേടും കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടെയും വഴിപാട് പ്രസാദം തരാൻ കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്യാൻ ഇരിക്കുന്ന സമയത്ത് ഇവൻ കണ്ടോ ആ ബെഞ്ചിലൊക്കെ കയറിയിരുന്ന് കളിക്കുന്നുണ്ട്. ഇവിടെ പ്രധാനമായിട്ടും വെള്ളരി നേദ്യം അതുപോലെ തന്നെ മുട്ടർക്കൽ അങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞതനുസരിച്ച് നമ്മൾ 2 അമ്പലത്തിൽ 4 പ്രതിഷ്ഠയ്ക്കും വേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് തന്നെ പ്രസാദം എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. ഇവന് വിശക്കുന്നുണ്ട്. സമയം ഏകദേശം 10:30 ഗൈസ്. അപ്പോൾ ഇവ രാവിലെ ഭക്ഷണം കഴിക്കുന്നില്ല, അപ്പോൾ അതുകൊണ്ട് അവന് വിശക്കുന്നുണ്ട്. അപ്പോൾ അപ്പം തന്നെ പ്രസാദമൊക്കെ കൊടുത്തു. പിന്നെ കണ്ടോ ഇതിന് ഈ ചുറ്റും പുഴയാണ് കേട്ടോ. ഈ പുഴേൻ്റെ സൈഡിലാണ് ഈ അമ്പലം വരുന്നത്. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ തിരിഞ്ഞ് കളിച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ നമ്മൾ താഴോട്ടേക്ക് ഇറങ്ങാണ് കേട്ടോ. ഞാനിവിടെ ഒരു 5 വയസ്സിൽ വന്നതാണ്. ഞാൻ സാമിയായ സമയത്ത് അച്ഛൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് വന്ന് കുരങ്ങൻ്റെ കയ്യിൽ നിന്ന് ഒരു മാന്തൊക്കെ കിട്ടി ഒരുപാട് 14 ഇഞ്ചക്ഷനൊക്കെ എടുത്തൊരു ഓർമ്മ എനിക്കുണ്ട് ഈ അമ്പലത്തിൽ വരുമ്പം. അങ്ങനെ നമ്മൾ കയറിയ പോലെ തന്നെ തിരിച്ചിറങ്ങി. അവിടെ വന്നപ്പോൾ എൻ്റെ അച്ഛനെ നമുക്ക് ഓർമ്മയാവുമല്ലോ, ആ ഒരു സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് താഴോട്ട് തന്നെ എത്തി. ഇവിടെ നിന്ന് തരാമെന്ന് പറഞ്ഞ പ്രസാദമൊക്കെ വാങ്ങിച്ചു. അതിന് ശേഷം നമ്മൾ കുഞ്ഞുവിനെ കുളത്തിലൊക്കെ നിറക്കി കൊടുക്കുന്നുണ്ട്. ഓന് പിന്നെ വെള്ളം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുളത്തിലൊക്കെ നിറക്കി കൊടുക്കുന്നുണ്ട്. കാലൊക്കെ കഴുകി. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം 11 മണി വരെയാണെന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത് കേട്ടോ. എനിക്ക് കറക്റ്റ് എത്രയാണെന്ന് എനിക്കറിയാം. ഞങ്ങൾ എന്തായാലും 10:30 വരെ, മാക്സിമം 10:30 10:45 വരെ അവിടെ ഉണ്ടായിരുന്നു. അതെന്തായാലും ആ സമയം പിടിക്കും. രാവിലെ നമ്മൾ വന്ന് തൊഴുത് പിന്നെ ഈ താഴത്തെ അമ്പലത്തിൽ നിന്ന് മേലത്തെ അമ്പലത്തിലെത്താൻ തന്നെ കുറച്ച് സമയം വേണം. നടന്ന് കയറണമെങ്കിൽ കുറച്ച് സമയം വേണം. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ അത് വരുമ്പം കുഞ്ഞിന് കഴിച്ച പ്രസാദത്തിൽ നിന്ന് കുറച്ച് പ്രസാദം ഇവർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവർക്ക് പ്രസാദത്തിനേക്കാൾ തേങ്ങയാണ് അധികം പേരും കൊടുക്കുന്നത് കണ്ടത്. അങ്ങനെ ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല പേടിയുണ്ട്. ഒരിക്കൽ കിട്ടിയ ഒരു പേടി എനിക്കുണ്ട്. അങ്ങനെ അതൊക്കെ കൊടുത്തു. അപ്പോൾ ഈ കുഞ്ഞു എന്താ പറയുക പ്രസാദം തിന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. കാരണം എനിക്കും ഈ കുരങ്ങിൻ്റെ അടുത്ത് മാന്ത് കിട്ടാനുള്ളൊരു കാരണം ഇതുകൊണ്ടായിരുന്നു. 5 വയസ്സിൽ ഞാൻ ചെറിയ കുട്ടിയാണ്. അപ്പോൾ ഞാൻ ഈ കടല തിന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ബാക്കി എല്ലാ സായിമാരും ഇനി കടല കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ തട്ടി അങ്ങനെ വലിക്കൂല, നമ്മൾ ചെറിയ കുട്ടികളാകുമ്പോൾ അങ്ങനെ വലിച്ച സമയത്താണ് മുഖത്ത് മാന്ത് കിട്ടിയത്. അപ്പോൾ കുഞ്ഞു ഇത് കഴിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ശരിക്കും പേടിയുണ്ട്. ഞാനത് പറയുന്നുണ്ട്. പക്ഷേ ഏട്ടൻ കുഴപ്പമില്ല കഴിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് അവനത് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇതിന് ചുറ്റും ഈ മരത്തമ്മിലൊക്കെ കുരങ്ങന്മാരുണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരു ഇത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ
തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. രാവിലെ കുർത്തയൊക്കെ ഇട്ട് പോയ ആളാണ്, കണ്ടോ ഇവിടെ തിരിച്ച് വരുന്ന പോലെ എങ്ങനെയാണ് ഇവർ വട വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, വട കഴിക്കുന്നുണ്ട്. പിന്നെ ആ അമ്പലത്തിൽ പാൻറ്റിട്ട് കയറാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മൾ കുർത്തയൊക്കെ കഴിച്ചിട്ട് മുണ്ടൊക്കെ കൊടുത്തിരുന്നു. പിന്നെ നമ്മൾ ബേക്കറിയിൽ നിന്ന് മുട്ടായി വാങ്ങിക്കുന്നുണ്ട്, വീട്ടിനടുത്തൊക്കെ കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചോക്ലേറ്റ്സൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് വീട്ടിലെത്തി ജാനിമോളെ കൂട്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെ കൂടെ കുഞ്ഞു കളിക്കുന്നുണ്ട്, ഏട്ടനും അഞ്ചേട്ടനൊക്കെ കൂടെ ഇതൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ഒരു അണ്ടർ വാട്ടർ തീമിലുള്ള സംഭവം കേട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് കുഞ്ഞു ചോറൊക്കെ കഴിക്കുന്നുണ്ട്. അതുപോലെ എന്ത് ചെയ്യുന്നു, കുഞ്ഞിൻ്റെ ബൈക്ക് സൈഡിലുണ്ട്. അതൊക്കെ പിന്നെ ഷോർട്ട് ഇട്ടയിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ വേറെ ആരുമില്ല കേട്ടോ നമ്മളെ പരിപാടിക്ക്. അമ്മ, പൊന്നു, അഞ്ചുവട്ടൻ, ചിച്ചിനേട്ടൻ, ഇവിടെ നിന്ന് പിന്നെ നമ്മൾ ഇത്രയും പേര് മാത്രമേ ഉള്ളായിരുന്നു. നമ്മളധികം ഇതാക്കി കഴിച്ചിട്ടില്ല. കഴിഞ്ഞ പരിപാടി തന്നെ 1-ാം പിറന്നാൾ തന്നെ 150 ആളെ പരിപാടിയായിരുന്നു. അപ്പം അത്രയും വലിയൊരു പരിപാടി കഴിക്കണ്ടെന്ന് വെച്ചിട്ടാണ്. കൂടെ പരിപാടി നമ്മൾ കുറച്ച് കൊണ്ടുവരല്ലേ ചെയ്യുള്ളൂ. പിന്നെ ചൂടും അല്ലേ, അപ്പം അതുകൊണ്ട് മെല്ലെ നമ്മൾ പരിപാടി ഒന്ന് ചുരുക്കിയതാണ്. അപ്പോൾ ഇതാണ് കുഞ്ഞുൻ്റെ ഡ്രസ്സ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ കുഞ്ഞുനെ കണ്ടില്ലേ സൈറ്റിൽ. ഇതാണ് ഒരു ഡ്രസ്സ്. ഓന് ബ്ലൂ ആക്കാഞ്ഞതാട്ടോ. ഒന്നാമത് ആ ബ്ലൂ കിട്ടാനില്ല, ഈ ഒരു ഡ്രസ്സിൽ ആ ബ്ലൂ കിട്ടാനില്ല. രണ്ടാമത് എല്ലാം ബ്ലൂ ആകുമ്പം എന്തോ പോലെയാവും വെച്ചിട്ട് നമ്മൾ ഓനെ മാത്രം വേറെ കളറാക്കുകയാണ്. അങ്ങനെ ഈ കേക്ക് നമുക്ക് ചെയ്ത് തന്നത് കല്ലായിലുള്ള മാക്സാണ്. അപ്പോൾ ഇവർക്ക് ഞാൻ ഇത് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഓഷ്യൻ തീം അല്ലെ അണ്ടർ വാട്ടർ തീമിലുള്ള സാധനം വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിച്ചു കൊടുത്തപ്പം അതുപോലെ തന്നെ ചെയ്തു തന്നു കേട്ടോ. ഇവൻ്റെ ഒട്ടുമിക്ക കേക്കും നമ്മൾ അവിടെ നിന്ന് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ പിന്നെ ഇത് ജാനിമോള് ഏട്ടൻ്റെ വല്യച്ഛൻ്റെ മോൻ്റെ കുട്ടിയാട്ടോ. അപ്പോൾ ഇവളെ കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇവളും ആദ്യം തന്നെയുള്ള നമ്മളെ തറവാട്ടിലേക്ക് വെച്ചിട്ട് ഇപ്പോൾ ചെറിയ മക്കൾ. അപ്പോൾ ഇവർ രണ്ടുപേരും അതുകൊണ്ടാണ് മോളെയും കൂടി കൂട്ടിക്കൊണ്ടുവന്നത്. അങ്ങനെ ആദ്യം ഞാൻ കേക്ക് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ മോളെയും കൂട്ടി ഒന്ന് മുറിപ്പിക്കുന്നുണ്ട് കേട്ടോ. ചെറിയ കുട്ടിയല്ലേ, അപ്പോൾ ഓക്കൊരു സങ്കടം തോന്നണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഓളോട് കേക്കൊക്കെ മുറിപ്പിച്ചു. പിന്നെ ഓരോരുത്തർ വന്ന് കേക്ക് കൊടുക്കുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്. ആ ഒരു പരിപാടിയാണ്. കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞതിൻ്റെ പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കാൻ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ കുഞ്ഞു കണ്ടോ ഓരോരോ ഇത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞു. പിന്നെ നമ്മളൊരു ഓൾഡ് ഏജ് ഹോമിൽ പോകുന്നുണ്ട്. രാത്രി കേട്ടോ അതിന് പോകുന്നത്. അത് ഉച്ചയ്ക്ക് അവർക്ക് വേറെ എവിടെ നിന്നോ ഫുഡ് ഉണ്ടായിരുന്നതുകൊണ്ട് രാത്രി വന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ രാത്രിയാണ് പോകുന്നത്. സ്നേഹാലയം എന്നാണ് ആ ഓൾഡ് ഏജ് ഹോമിൻ്റെ പേര് കേട്ടോ. ഇതും കടലുണ്ടി തന്നെയാണ് വരുന്നത്. ഇതിന് മുന്നേ നമ്മൾ ഫസ്റ്റ് പോയത്, ആദ്യത്തെ പിറന്നാളിന് പോയത് ചാത്തമംഗലായിരുന്നു. അവിടെ 25ഓളം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ പോയോടത്ത് 10 അമ്മമാരേ ഉള്ളൂ. അതിൽ 6 പേര് നോൺ വെജും 4 പേര് പ്യുർ വെജും ആണ്. അപ്പോൾ ഇവർ നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർക്ക് നെയ്ച്ചോറ് വേണമെന്ന്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നെയ്ച്ചോറും കറിയായിട്ടാണ് പോകുന്നത്. പിന്നെ രാത്രിയല്ലേ, അപ്പം അതുകൊണ്ട് അങ്ങനെ എന്താ കൊടുക്കാമെന്ന് അറിയാത്തതുകൊണ്ട് നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ടാട്ടോ കൊണ്ടുപോകുന്നത്. അങ്ങനെ അവിടെ പോയി അച്ചമ്മ എല്ലാവരോടും നല്ല വർത്തമാനം കാര്യങ്ങളൊക്കെയാണ്.
പിന്നെ കുഞ്ഞു പോയ സമയത്ത് കുഞ്ഞു ഭയങ്കരമായിട്ട് കരയായിരുന്നു കേട്ടോ. കാരണം കുഞ്ഞു തീരെ ഉറങ്ങിയിട്ടില്ലായിരുന്നു ഇന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറക്കമില്ലാത്തതിൻ്റെയും പിന്നെ അവനൊരു ഒഴിവില്ലായിരുന്നു. രാവിലെ എനിക്ക് അമ്പലത്തിൽ പോകാൻ വന്നു കഴിഞ്ഞ് അങ്ങനെ ഒരു ചെക്കപ്പൊക്കെയുള്ള സമയമായതുകൊണ്ട് അവനൊരു ശീലക്കേടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ എത്തുന്ന സമയം കൊണ്ട് അവൻ വണ്ടിയിൽ നിന്ന് ഉറങ്ങിപ്പോയി. പിന്നെ ഇവിടെ എത്തിയ പാടെ അവൻ കരച്ചിലായി. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് നമ്മളൊരു കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് കട്ട് ചെയ്യാൻ. പക്ഷേ ഇവിടെ നിന്ന് കട്ട് ചെയ്യാൻ സമ്മതിച്ചില്ല, അവൻ കരയായിരുന്നു. അങ്ങനെ ഇവരെന്നെ കട്ട് ചെയ്ത് കഴിച്ചോളാൻ പറഞ്ഞു. ഞാൻ എന്നിട്ട് ഇവനെയും കൂട്ടി ഞാനും ഏട്ടനും അച്ഛനും കൂടിയും കടലുണ്ടി ഒരു ബീച്ച്, ആ പാലല്ലേ ആ ബീച്ചിൻ്റെ അടുത്തുള്ള അവിടെയൊക്കെ പോയി ഇവനൊന്ന് സെറ്റാക്കി തിരിച്ചു കൊണ്ടുവന്നു. പക്ഷെ എന്നിട്ടും അവൻ കരയാൻ കേട്ടോ. അങ്ങനെ ഇവിടെ പോയിട്ട് ഞാൻ കുറേ സമയം പുറത്ത് തന്നെയായിരുന്നു. പിന്നെ ഇവനൊന്ന് റെഡി ആയാൽ നമ്മൾ ഉള്ളിൽ പോയി എല്ലാവർക്കും മിഠായിക്ക് അവനെ കൊണ്ട് കൊടുപ്പിക്കുന്നുണ്ട്. എല്ലാവരും ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കുന്നതൊന്നും ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെ അവൻ മിഠായിക്ക് കൊടുത്തു, എല്ലാവർക്കും ഉമ്മയൊക്കെ കൊടുത്തു. നമ്മൾ തിരിച്ചു പോരുകയാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടാകുമ്പോഴോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ പോകണമെങ്കിൽ പോവാം. ഇവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ അയച്ചുതരാം കേട്ടോ. വേണമെങ്കിൽ ഞാൻ അയച്ചുതരാം. അപ്പോൾ അത്രയൊക്കെയുള്ളൊരു ഇന്നത്തെ വിശേഷം. പിന്നെ കുഞ്ഞു ഇത്തരം കാര്യങ്ങളൊക്കെ അറിഞ്ഞ് വളരണം എന്ന് എനിക്ക് നല്ല നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആദ്യത്തെ പിറന്നാളിനും ഈ പിറന്നാളിനും നമ്മൾ പോയത്. ആദ്യത്തെ പിറന്നാളും അവൻ അങ്ങനെ അറിയാനൊന്നും ആയിട്ടില്ല. പക്ഷേ ഇനി പയ്യെ അവനതൊക്കെ മനസ്സിലാക്കി തുടങ്ങണം എന്നെനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കുഞ്ഞുവിന് ആയുസ്സും ആരോഗ്യം കിട്ടാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കാം കേട്ടോ.